നമസ്കാരം. അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്കിനരികിലേക്ക് ദൗത്യസംഘം. നിർണായകമായ 10ാം ദിനത്തിലെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായി ദൗത്യസംഘം ദുരന്ത സ്ഥലത്തെത്തി. നദിയിലിറങ്ങുന്നതിനായി ബോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരെല്ലാം സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ച് ഇന്ന് തിരച്ചിൽ നടത്തും. മഴ മാറി നിൽക്കുന്നതിനാൽ വൈകാതെ രക്ഷാദൗത്യം ആരംഭിക്കും. നാവികസേനയുടെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ദുരന്ത സ്ഥലത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥരെ മാത്രം കടത്തിവിട്ടാൽ മതിയെന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ലോറിയുടെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ ഡ്രോണുകൾക്ക് തടസ്സമാകുന്നതിനാലാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 13 അംഗ നാവികസേനാ ഉദ്യോഗസ്ഥർ ഡിങ്കി ബോട്ടുകളിലെത്തി ട്രക്കിനായി തിരച്ചിൽ നടത്തും. NDRF സംഘമാണ് കരയിലെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ട്രക്കിൽ അർജുനുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ലോറി പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്ന് അധികൃതർ പറഞ്ഞു. ദുരന്ത സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മാധ്യമങ്ങളടക്കം വിലക്കുണ്ട്.